ലൈവിൽ ഞങ്ങളെ കാണുന്നവർ വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ ഓരോരുത്തരും അബ്രഹാമിയ സന്തതികൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ദൈവത്തിന്റെ മക്കൾ എന്ന വെളിപാടിലും അനുഭവങ്ങളിലും ജീവിക്കുകയും ചെയ്യുന്നവരാണ്. കൺമേ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ എത്ര വലിയ സ്നേഹമാണ് പിതാവായ ദൈവം നമ്മളോട് കാണിച്ചത്, നിങ്ങളോടും എന്നോട് കാണിച്ചത്. യോഹന്നാൻ 3:16 എഴുതിയിരിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. അവനെ നൽകാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ചു. ശരിക്കും യേശു നിങ്ങളെ ദത്തെടുത്തതാണ്. ദത്തെടുക്കണമെങ്കിൽ ഇഷ്ടപ്പെടണം, ദത്തെടുക്കണമെങ്കിൽ തെരഞ്ഞെടുക്കണം. ദത്തെടുക്കുന്നത് അവകാശങ്ങളുടെ കൈമാറ്റങ്ങൾക്ക് സ്വന്തം ആക്കാനാണ്. സ്വന്തം അല്ല, പക്ഷെ സ്വന്തമാക്കി. യേശു നിന്നെ സ്വന്തമാക്കി. നീ ഇപ്പോൾ യേശുവിന്റെ സ്വന്തമാണ്. നിങ്ങളിപ്പോൾ കർത്താവിന്റെ സ്വന്തമാണ്. നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് നാട്ടുകാരോ കുടുംബക്കാരോ നിങ്ങളോട് അസൂയുള്ള ആളോ ഒന്നുമല്ല. നിന്റെ ഭാവി തീരുമാനിക്കുന്നത്, നീ എവിടെ എത്തണം, എവിടെ ഇരിക്കണം, എന്താകണം എന്ന് തീരുമാനിക്കുന്നത് പുത്രനായ ക്രിസ്തുവിലൂടെ നിന്നെ ദത്തെടുത്ത പിതാവായ ദൈവമാണ്. അതിലാണ് വിശ്വസിക്കേണ്ടത്. അവൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് എവിടെങ്കിലും കൊണ്ടുപോയി ഇരുത്തിയിരിക്കുകയല്ല, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. ആ ഹെവൻലി പ്ലേസിൽ അവൻ നിങ്ങളെ ഇരുത്തിയിരിക്കുകയാണ്. അവകാശി സർവത്തിന്റെയും യജമാനനാണ്. നിങ്ങൾ അടിമയല്ല, നിങ്ങൾ അവകാശിയാണ്. നിങ്ങളുടെ അവകാശങ്ങൾ ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിലുള്ള അവകാശം നിങ്ങളുടെ റൈറ്റാണ്. അത് നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങൾ അതിന്റെ അവകാശം തന്നെയാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ കണ്ട് ഇങ്ങനെ പകച്ചു നിൽക്കാതെ, ഇസഹാക്ക് ക്ഷാമം കണ്ടപ്പോ പെട്ടി പാക്ക് ചെയ്തു ഈജിപ്തിലോട്ട് പോകാൻ. അപ്പൊ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നീ ഈജിപ്തിലോട്ട് പോകരുത്. കാരണം നിന്റെ പിതാവായ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിന്റെ മേൽ നിവർത്തിക്കും. ഒത്തിരി പ്രോമിസുകൾ പെൻഡിങ് ആ മോനെ ഐസക്. ഒത്തിരി പ്രോമിസുകൾ പെൻഡിങ് ആയി നിൽക്കുക. നീ എന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കും. ബൈബിൾ പറയുന്നു, ഇസഹാക്ക് വിതച്ചു, കുഴിച്ചു. ഇസഹാക്ക് കുഴിച്ച കിണറുകളെ ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടി. കിണർ കുഴിക്കുന്ന നിർത്തിയില്ല. വാഗ്ദത്തമുള്ളവൻ വീണ്ടും കുഴിക്കണം. വാഗ്ദത്തമുള്ളവനെതിരെ അസൂയാലുക്കൾ എഴുന്നേക്കും. വാഗ്ദത്തമുള്ള ജോസഫിനെ പൊട്ടക്കിണറ്റിലിടാൻ ഇവിടെ ആളുകളുണ്ട്. വാഗ്ദത്തമുള്ളവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ പലരുമുണ്ട്. പക്ഷേ വാഗ്ദത്തമുള്ളവൻ, സ്വപ്നമുള്ളവൻ, ദർശനമുള്ളവൻ, ദൂതുള്ളവൻ, ദൈവം വെച്ച സ്ഥാനത്ത്, പദ്ധതിയിൽ, ലക്ഷ്യത്തിൽ ആരാണോ വാഗ്ദത്തം ചെയ്തത്, ആരാണോ സ്വപ്നം കാണിച്ചത്, ദൈവം അവനെ അവിടെ എത്തിച്ചിരിക്കും. അതുകൊണ്ട് പൗലോസ് പറയുന്നു, എന്റെ കർത്താവ് പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് അവന്റെ വാഗ്ദത്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മോശയോട് ദൈവം പറഞ്ഞു, ഇന്ന് കണ്ട മിശ്രൈമരെ നിങ്ങൾ ഇനി മേലെ കാണത്തില്ലെന്ന്. ചിന്തിക്കാൻ പറ്റാത്തൊരു ദൂത കേട്ടോ. അതിനുവേണ്ടി ദൈവം തമ്പുരാൻ കടലിനെ രണ്ടാക്കിയത്രേ. നിന്റെ വാഗ്ദത്തത്തിൽ നിന്നെ എത്തിക്കാൻ ദൈവത്തിന് സാഗരമൊന്നും ഒരു വിഷയമല്ല. നിന്റെ വാഗ്ദത്തത്തിൽ നിന്നെ എത്തിക്കാൻ മാറ്റേണ്ട കടലിനെ ദൈവം മാറ്റും, തുറക്കേണ്ട വഴിയെ ദൈവം തുറക്കും, ചെയ്തെടുക്കേണ്ട സകല പദ്ധതികളും ദൈവം ചെയ്തെടുക്കും. കപ്പൽ തകർന്നലയുമ്പോൾ, പായ് പറന്നു പോകുമ്പോൾ, അവസാനത്തെ ആശയും അറ്റുപോയി നിരാശപ്പെടുമ്പോൾ, മരണഭീതി അകത്ത് കയറുമ്പോൾ, രാത്രിയിൽ ദൈവദൂതൻ വന്ന് പറയുകയാണ്, പൗലോസേ നീ ഭയപ്പെടണ്ട, നീയും നിന്റെ കൂടെയുള്ളവരും സേഫാണ്. കപ്പൽ തകരാൻ സാധ്യതയുണ്ട്, പക്ഷെ നിങ്ങളുടെ എല്ലാം പ്രാണൻ മറുകരയിലെത്തും. മറുകരയിലെത്തുമെന്ന് വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഈശാനമൂലന് വാഗ്ദത്തത്തിന്റെ അത്രയും ശക്തിയില്ല. മറുകരയിലെത്തുമെന്ന് വാഗ്ദത്തം ഉണ്ടെങ്കിൽ
സമ്മതിക്കാത്ത കാറ്റും വിടാത്ത കാറ്റും ഈശാനമൂലനും ഞെരുക്കമൊക്കെ ഒന്നും അല്ലാതായി പോകും. വാഗ്ദത്തമുള്ള നീയെ ജയിക്കത്തുള്ളൂ. വാഗ്ദത്തമുള്ള നീയെ ജയിക്കത്തുള്ളൂ. വാഗ്ദത്തമുള്ള നീയെ ജയിക്കത്തുള്ളൂ. വാഗ്ദത്തമുള്ള നീയെ ലക്ഷ്യത്തിലെത്തത്തുള്ളൂ. കാരണം നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ചതിയനല്ല, ചതിയനല്ല, വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല, കളഞ്ഞിട്ട് പോകുന്നവനല്ല. നീ തകർന്നിടാൻ എന്റെ ദൈവം തന്നെ അനുവദിക്കത്തില്ല. ഞാൻ നിങ്ങളോട് ഈ ഓൺലൈനിൽ ലൈവിൽ സംസാരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ധൈര്യമായിട്ടിരിക്കുക. യോശുവയുടെ ദൈവം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. നിന്റെ ആയുസ്സിൽ ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കില്ല. ഇത് നിന്നോടുള്ള വാഗ്ദത്തമാണ്. ദൈവദാസനെ, കർത്താവിന്റെ ദാസിയെ, കർത്താവിന്റെ ശുശ്രൂഷ നിൽക്കുന്ന പ്രിയ മകനെ, ഒത്തിരി ഡിസ്കറേജ്മെന്റുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നല്ലേ? ഈ സമ്മതിക്കാത്ത കാറ്റും പ്രതികൂലത്തിന്റെ കാറ്റും ഈശാനമൂലനൊക്കെ നിങ്ങളെ മുന്നോട്ട് വിടത്തില്ലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ കാറ്റുകളെല്ലാം ഫൈനലി ഉണർവിന്റെ ഡെസ്റ്റിനിയിൽ നിന്നെ എത്തിക്കും. ഈ കാറ്റുകൾ, നിനക്കെതിരെ അടിച്ച മുഴുവൻ കാറ്റുകളും നിന്റെ അത്ഭുതമാക്കി ദൈവം മാറ്റും. നിന്റെ അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ഇത് വിശ്വസിക്കുക, ഇതിൽ ഉറച്ചു നിൽക്കുക. വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്തം നിവർത്തിക്കാൻ വൈകത്തില്ല. അവർ ലോർഡ് ജീസസ് ഈസ് കമ്മിങ് വെരി സൂൺ. ആ വഴിയമ്പലക്കാരനോട് എന്താ പറഞ്ഞെന്നറിയാവോ? നല്ല ശമരിയൻ ഇവന് വേണ്ടി എന്തെങ്കിലും ചെലവിട്ടാൽ ഇവൻ ഇറങ്ങി പോകുമ്പോ ഇവനോട് ചോദിക്കല്ലേ, ഞാൻ മടങ്ങി വരുമ്പോ സകലതും തിരികെ തന്നുകൊള്ളാം. നിന്നെ സേവ് ചെയ്ത കർത്താവ്, നിന്നെ രക്ഷിച്ച കർത്താവ് നിന്നോട് പറയുന്നു, വെയിറ്റ്, ഐ ആം കമ്മിങ് സൂൺ. ഞാൻ മടങ്ങി വരും. പക്ഷെ ഇപ്പോൾ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കാൻ ശക്തനെന്നുറയ്ക്ക് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ആ അത്ഭുതത്തെ കണ്ടിരിക്കും. May God bless you all. Lift your hands in heaven.